ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക് അല്ല, മനസ്സിലായല്ലേ? നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിപ്പോഴും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10-20 ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു മേഖലയാണ് ഫാർമക്കോളജി. കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു കീ വർക്ക് നമ്മൾ എന്താ ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായിട്ടും ഡ്രഗ്സ് എന്താണ്, ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അഡ്വേഴ്സ് റിയാക്ഷൻ എന്താണ്, ഏതൊക്കെ ഡ്രഗ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ അറിയണം. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഡെപ്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡ്രഗും നമ്മൾ ക്ലിനിക്കിൽ കാണുന്ന ഓരോ ഡ്രഗും എപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്ലാസ്സുകളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ കുറേ കാര്യങ്ങൾ കാണും. മനസ്സിലായല്ലേ? ഇതും ഇതും തമ്മിലൊരു കണക്ഷൻ ഇല്ല. കണക്ഷനെ നമ്മൾ പറയുന്ന പേര് ഇൻ്റഗ്രേഷൻ. ആ ഇൻ്റഗ്രേഷൻ ഇല്ല. ആ ഇൻ്റഗ്രേഷനാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫാർമക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഫാർമക്കോളജി എന്നറിയപ്പെടുന്നത് ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ദെൻ ഒരു ഗ്രീക്ക് വേർഡ് ഫാർമക്കോൺ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് എന്ത് ഫോം ചെയ്തത്? ഫാർമക്കോളജി ഫോം ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡ്രഗ് എന്നാണ്. ഡ്രഗ് എന്നാണ് അതിൻ്റെ മീനിങ്. ലോഗോസ് മീൻസ് സ്റ്റഡി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി ഓരോ ടേമുകൾ, ഈ ടേമുകളെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്നറിയാവോ? നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് എല്ലാം ഒരേപോലെ ഇരിക്കും. ആ ഒരേപോലെ ആയിരിക്കും ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ഓരോ കീവേഡ് കണക്ട് ചെയ്ത് പോയിക്കോണം. ഇവിടെ ഫാർമക്കോ കൈനറ്റിക്സ് എന്നുള്ളതാണ്. ഈ കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മൂവ്മെൻ്റ് ആണ്. ആണല്ലോ, സംശയമുണ്ടോ? മൂവ്മെൻ്റ് ആണ്. ഈ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു മരുന്ന്, ഒരു പാരസെറ്റാമോൾ നമ്മൾ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് ചെന്നതിന് ശേഷം എന്ത് സംഭവിക്കും? അബ്സോർഷൻ, സ്പ്ലിറ്റ് ആകും, അബ്സോർഷൻ സംഭവിക്കും അല്ലേ? അബ്സോർഷൻ സംഭവിച്ചു വെച്ചാൽ അത് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ലിവറിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഫാറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും ഓടിപ്പോകുന്നത് എങ്ങോട്ടാ? ലിവറിൽ. ലിവർ ചെന്നതിന് ശേഷം ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടോക്സിക് കെമിക്കൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തതിന് ശേഷമേ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് വിടത്തുള്ളൂ. ക്ലിയർ ആണോ? ഇതുകൊണ്ടാണ് എല്ലാ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലിവർ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള കാര്യം പരിശോധിക്കണം എന്ന് പറയുന്നത് ഒരു ജനറൽ കൺസെപ്റ്റാണ്. പിടിയിട്ടല്ലോ? ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അബ്സോർഷനായി ലിവറിലെത്തി, പിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, എല്ലാ മേഖലകളിലേക്കും തിരിച്ചു വിടുന്നത്. ദെൻ അത് ഓരോ കോശങ്ങളിലേക്ക് ചെന്നതിന് ശേഷം എന്ത് സംഭവിക്കും? അതിനകത്തേക്ക് പ്രവേശിച്ച് അതിൻ്റെ മെറ്റബോളിസം നടക്കും അല്ലേ? അത്തരത്തിൽ ഒരു ഡ്രഗ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അബ്സോർഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, ഇത്രയും കഴിയുമ്പോൾ കുറച്ച് വേസ്റ്റ് വരും. ആ വേസ്റ്റ് എക്സ്ക്രീഷൻ നടത്തണം. ആ ഡ്രഗിൻ്റെ മൂവ്മെൻറ്റ് മൊത്തത്തിൽ നമ്മൾ പഠിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം കൈനറ്റിക്സ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അടുത്ത ടൈം കാണുമ്പോൾ വേറൊരു പ്രശ്നം വരും. അപ്പം ഇവിടെ സോഫ്റ്റ് ഡ്രഗ്, ഞാൻ അതിനു മുമ്പ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയാം. എന്താണ് ബയോ ട്രാൻസ്ഫോർമേഷൻ? ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. മെറ്റബോളൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലിവോഡോപ്പ എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ സാധാരണയായിട്ട് ഏത് ഡിസീസിന് കൊടുക്കുന്നതാണത്? ലിവോഡോപ്പ, പാർക്കിൻസോൺസ്. ലിവോഡോപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പണ്ട് കെമിസ്ട്രിക്കകത്ത് ഡെസ്ട്രോ ലീവോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇടത്തോട്ട് തിരിഞ്ഞ് നിൽക്കുന്നവനെ ലീവോ എന്നും വലത്തോട്ട് തിരിഞ്ഞ് നിൽക്കുന്നവനെ ഡെസ്ട്രോ എന്നും എന്നൊക്കെ പറയും. ഡെസ്ട്രോ കാർഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹാർട്ട് ഇടത്തോട്ടിരിക്കേണ്ടതിന് പകരം വലത്തോട്ട് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക്, നമ്മുടെ യഥാർത്ഥ കാർഡിയ എന്താണ്? യഥാർത്ഥ ഹാർട്ട് എങ്ങോട്ടായിരിക്കുന്നത്? ലീവോ കാർഡിയാണ്, ഇടത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അങ്ങ് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ ലീവോ ഡോപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിനെ കുറച്ചൊന്ന് തിരിച്ച് വെച്ചാണ് എങ്ങോട്ട് വിടുന്നത്? നമ്മൾ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോപ്പമിൻ ആസച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് മെറ്റബിളൈസ് ചെയ്ത്, കേൾക്കാമല്ലോ, മെറ്റബിളൈസ് ചെയ്താൽ അങ്ങ് ഇല്ലാതാവും. മനസ്സിലായല്ലോ? അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു കോട്ടിംഗ് ഒക്കെ ഇട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്നത്. ഈ കോട്ടിംഗ് ഇട്ട് കഴിച്ച സംഭവം എന്ത് ചെയ്യും? നേരെ ഇൻഡസ്ട്രിയിലെത്തും. അവിടെ നിന്ന് അബ്സോർബ് ചെയ്ത് എങ്ങോട്ട് ചെല്ലുന്നു?
ലിവറിലെത്തുന്നു. ലിവറിൽ വെച്ചാണ് ഇതിന്റെ മെറ്റബോളിസം ആദ്യം നടക്കുന്നത്. ഇതെന്താവുന്നു? ലിവോഡോപ്പ എന്ന് പറയുന്ന സംഭവം യഥാർത്ഥ ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ക്ലിയർ ആണല്ലോ? യഥാർത്ഥ ഡോപ്പമിനായിട്ട്. ഇനിയും പരിപാടിയുണ്ട്. ഈ ഡോപ്പമിൻ എവിടെ എത്തണ്ടേന്ന് അറിയാവോ? ബ്രെയിനിൽ എത്തുന്നതിന് മുമ്പ് ഇതിങ്ങനെ കടന്ന് ബ്രെയിനിലേക്ക് പോകുന്ന സമയത്ത് ഈ ഡോപ്പമിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വഴിയെ പോകുന്ന സമയത്ത് വേറെ പല സെല്ലുകളും ആരെ പിടിക്കാൻ ശ്രമിക്കും? ഡോപ്പമിനെ പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ബ്രെയിനിലെത്തുമോ? ഈ ഡോപ്പമിനെ വിളിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എൻസൈം വേണം. ഡോപ്പമിൻ ഡീകാർബോക്സിലേസ്. അതൊന്നും പഠിക്കണ്ട. എന്തായാലും ഒരു എൻസൈം ഉണ്ടെങ്കിൽ മാത്രമേ വിളിച്ച് വീട്ടിലോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഡോപ്പമിൻ ഡീകാർബോക്സിലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബ്രെയിനിലെത്തുന്നതിന് മുമ്പ് ഇത് യൂട്ടിലൈസ് ചെയ്ത് തീരും. ബ്രെയിനിലെത്തുമോ? ഈ ഡോപ്പമിൻ ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിലല്ലേ വിളിച്ച് കയറ്റാൻ പറ്റത്തുള്ളൂ. അവനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇതിനോട് കൂടി ചേർത്ത് വേറൊരു സാധനം കൊടുക്കും. അതിന്റെ പേര് പറയാമോ ആർക്കെങ്കിലും? കാർബിഡോപ്പ. അപ്പൊ എന്താണ്? ഡീകാർബോക്സിലേസിനെ എന്ത് ചെയ്യാൻ വേണ്ടി? ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കാർബിഡോപ്പ. അപ്പം ഇത് ശരീരത്തിലെ മറ്റേതെങ്കിലും കോശത്തിന് അവൈലബിൾ ആവുമോ? ആര്? നമ്മുടെ ഡോപ്പമിൻ? ഇല്ല. അത് നേരെ എവിടെത്തും? ബ്രെയിനിലെത്തും. എങ്ങനെയുണ്ട് മരുന്നിന്റെ കോമ്പിനേഷൻ? ആദ്യം ലിവോഡോപ്പയായിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ കമ്പൈൻ ചെയ്തു? കാർബിഡോപ്പ. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന BBB എന്ന് വെച്ചാൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിലെത്തുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വരും. മനസ്സിലായല്ലേ? ഞാൻ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഈ സോഫ്റ്റ് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ബാക്ടീരിയയായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെയും ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രൂപം എങ്ങനെയായിരുന്നു? ലിവോഡോപ്പ പോലെയായിരുന്നു. ലിവർ ചെന്നപ്പോഴത്തേക്ക് രൂപം മാറിയിട്ട് വേറെ ആരായി മാറി? ഒരു പോളിഷ്ഡ് ഫോമായി മാറി, ഡോപ്പമിനായിട്ട് മാറി. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സോഫ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത്? ആ സോഫ്റ്റ് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഡ്രഗിനെ, മനസ്സിലായോ? വിതിൻ നോ ടൈം നമ്മൾ കഴിച്ച് ഏകദേശം അരമണിക്കൂറിൻ്റെ 1 മണിക്കൂറിനുള്ളിൽ അതെന്തായിട്ട് മാറുന്നു? ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗിനെ നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ് ഡ്രഗ്. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോ ഡ്രഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താ പ്രോ ഡ്രഗ്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും ഈ പറഞ്ഞതിൽ നിന്ന് പ്രോ ഡ്രഗ് എന്താണെന്നൊന്ന് പറയാമോ ആർക്കെങ്കിലും? എന്താ? ലിവോഡോപ്പ അല്ലേ? യഥാർത്ഥ ഡ്രഗ് ലിവോഡോപ്പയാണോ? ഡോപ്പമിനാ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പിടിയിട്ടില്ലേ? പ്രോ ഡ്രഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഫാർമക്കോ കൈനറ്റിക്സ് പഠിച്ചു, ബയോ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു, ദെൻ സോഫ്റ്റ് ഡ്രഗ് പഠിച്ചു, പ്രോ ഡ്രഗ് പഠിച്ചു. ഇതെല്ലാം ഏകദേശം ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി ഇതാ വരുന്നു. ഇവിടെയാണ് തെറ്റ് വരുന്നത്. ഫാർമക്കോ കൈനറ്റിക്സ് നിങ്ങൾ പഠിച്ചു. ഓപ്ഷനകത്ത് ഫാർമക്കോ ഡൈനാമിക്സ് കിടക്കും. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരുന്ന ചലനം എന്നാണ്. അപ്പൊ കൈനറ്റിക്സ് തന്നെയാണോ ഡൈനാമിക്സ്? ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ മാക്സിമം മൂവ്മെന്റിനെയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അത് എവിടെയായാലും ഒരു മൂവ്മെന്റ് തന്നെ, പക്ഷെ എവിടെയാണ് അത് മാക്സിമം മൂവ്മെന്റ് കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമിക്സ്. ആ മാക്സിമം മൂവ്മെന്റ് കാണിക്കുന്നതാണ് അതിന്റെ എഫക്റ്റ്. അപ്പൊ എന്താണ് ഫാർമക്കോ ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഡ്രഗിന്റെ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബോഡി ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഫാർമക്കോ ഡൈനാമിക്സ്. അപ്പോൾ എഫക്റ്റ് ഓഫ് ഡ്രഗ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം വേഗത്തിൽ ഒരു മെക്കാനിസം നടത്തണം. ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഏതൊരു ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തുമായിക്കോട്ടെ, നമ്മൾ അതിനകത്തൊരു ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള മൂവ്മെൻറ്റിനേക്കാൾ വലിയ ഒരു മൂവ്മെൻറ്റ് ആ ഒരു പീരീഡിൽ അത് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കൊഗ്നോസി എന്നാണ്. കൊഗ്നോസി. നമ്മൾ ഡയഗ്നോസിസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? കൊഗ്നോസി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ഒരു അന്വേഷണമാണെന്നറിയാമല്ലോ. എന്തോ അന്വേഷിക്കുന്നത്? ഏത് രോഗമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഈ കൊഗ്നോസി എന്ന് പറഞ്ഞാലും ഒരു അന്വേഷണമാണ്. എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിൻ്റെ ബയോളജിക്കൽ അവൈലബിലിറ്റി എവിടെ നിന്നാണ്? ഇതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ ആകും എന്നുള്ള അന്വേഷണങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള ആ ഒരു ഘടകത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഫാർമകൊഗ്നോസി എന്ന് പറയുന്നത്. അപ്പോൾ ഫാർമകൊഗ്നോസിയെ പറ്റി ഒരു ധാരണ പിടികിട്ടിയോ? ഇപ്പോൾ സപ്പോസ് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഡ്രഗ്, ഹെപ്പാരിൻ അറിയാമല്ലോ, എവിടെ നിന്നാണ് കിട്ടുന്നത്? മനുഷ്യ ശരീരത്തിൽ നിന്നാണ് അത് സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അതിൻ്റെ ബയോളജി മനസ്സിലായി. ഇനി ഹെപ്പാരിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നിൽക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കുറച്ച് മോളിക്യൂൾസ് എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണിത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്, ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് എടുക്കുന്നതിന് എത്ര രൂപയാവും? ദാറ്റ് ഈസ് എക്കണോമിക്സ്. അതിൻ്റെ എക്കണോമി കൂടി പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള അവൈലബിൾ സോഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാർമകൊഗ്നോസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ടോക്സിക്കോളജിയാണ്. എന്താണ് ഈ ടോക്സിക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ഡി ആർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ ഡി ആർ എന്ന് വെച്ചാൽ അഡ്വേഴ്സ് റിയാക്ഷൻ, സൈഡ് എഫക്റ്റ് രണ്ടും ഒന്നാണോ? രണ്ടും ഒന്നല്ല. സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രെഡിക്റ്റബിൾ ആണ്, മൈനർ ഫോം ആണ്. നൈട്രേറ്റ് കഴിക്കുന്ന സമയത്ത്, സോർബിട്രേറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് തലവേദന വരും. മരിച്ചു പോവോ? ലിവർ ഡാമേജോ വല്ലതും സംഭവിക്കുമോ? ഒന്നുമില്ല. തലവേദന അതിനകത്ത് വരും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. ആ എഫക്റ്റിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് വരുന്ന ആ സംഭവത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അഡ്വേഴ്സ് റിയാക്ഷൻ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ ബാധിക്കും. അതെ, നെഫ്രോടോക്സിസിറ്റി, ഓട്ടോടോക്സിസിറ്റി, അല്ലെ ഹെപ്പാറ്റോടോക്സിസിറ്റി, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണമാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പറയാം. അതിനെപ്പറ്റി ഓരോ ഡ്രഗിൻ്റെയും അഡ്വേഴ്സ് റിയാക്ഷൻ പഠിച്ച് അത് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഹ്യൂമൻ ബീയിങ്സിന് കൊടുക്കാനും പറ്റുകയുള്ളൂ. ആ സ്റ്റഡി നടത്തുന്നത് എവിടെയാ? അനിമൽസിലാണ്. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ അഡ്വേഴ്സ് റിയാക്ഷൻ, എ ഡി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വേഴ്സ് റിയാക്ഷൻ ഓഫ് ഡ്രഗാണ്. അതിനെപ്പറ്റിയുള്ള ഒരു പഠനമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആർക്കെങ്കിലും അറിയാവുന്നതായിരുന്നോ? ഫസ്റ്റ് പാസ് മെറ്റബോളിസം കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് പാസ് മെറ്റബോളിസം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടോ? ഓർക്കുന്നില്ല. ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എടുക്കുന്നു, ടാബ്ലറ്റ് 500 നമ്മുടെ പാരസെറ്റാമോൾ കയ്യിലിരിക്കുന്നു, എടുത്ത് കഴിക്കുന്നു. ഇത് നേരെ പോവുകയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം ഇത് കുറേശ്ശെ നഷ്ടപ്പെടുന്നുണ്ട്. പിടിയോ? 500 mg എന്ന് പറയുന്നത് കറക്റ്റ് അങ്ങ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴത്തേക്ക് 450 ആവും. അവിടെ നിന്ന് ഇത് പോർട്ടൽ വെയിൻ വഴി അബ്സോർവ് ചെയ്ത് ലിവറിൽ ചെല്ലും. ലിവറിലാണ് ഏറ്റവും കൂടുതൽ ഡീടോക്സിഫിക്കേഷൻ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അത് 250 മില്ലിഗ്രാം ആവും. ഈ 250 മില്ലിഗ്രാം ആണ് പിന്നെ രക്തത്തിലേക്ക് വിടുന്നത്. പാരസെറ്റാമോൾ 500 കഴിച്ചു, നമ്മുടെ രക്തത്തിൽ എത്ര വന്നു? 250. ഈ ഇടയ്ക്ക് വന്ന നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ആദ്യം പാസ് ചെയ്യുന്ന സമയത്ത് മെറ്റബോളിസം അല്ലെങ്കിൽ റിമൂവൽ, അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന നഷ്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് പാസ് മെറ്റബോളിസം. പിടികിട്ടിയോ കാര്യം? ഇനി നിങ്ങൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓറൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ ലോകത്ത്?
പിന്നെ എന്തുണ്ട്? IV സംബന്ധിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എത്രയാണ്? 0 ആണ്. ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതേപോലെ സബ് ലിംഗ്വൽ മെഡിക്കേഷൻ അറിയാമല്ലോ അല്ലേ? അപ്പൊ ലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നാക്കിന്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടോ? നഷ്ടമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് 0 ആണ്. ട്രാൻസ്ഡെർമലായിട്ട് ഒരു മരുന്ന് തേച്ച് പിടിപ്പിക്കുന്നു. അവിടെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടോ? അവിടെയും നമുക്ക് 0 ആണെന്ന് പറയാം. അവിടെ ഒന്നും എന്ത് അണ്ടർഗോ ചെയ്യുന്നില്ല? ഫസ്റ്റ് പാസ് മെറ്റബോളിസം അണ്ടർഗോ ചെയ്യുന്നില്ല. അപ്പോൾ ക്ലിയർ ആയോ? ക്ലാരിറ്റി കിട്ടിയോ? ഇപ്പോൾ ഓറൽ അഡ്മിനിസ്ട്രേഷനിൽ ഇത്തരത്തിലൊരു നഷ്ടമുണ്ട്. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇത് പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ വരുന്ന കുട്ടികളുടെ ഇടയിൽ വരുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? എന്താ? അപ്പം നമുക്കിപ്പോൾ പാരസെറ്റാമോൾ 1 ഗ്രാം വരെ IV കൊടുക്കാറുണ്ട്. അപ്പം 4 പാരസെറ്റാമോൾ വരെ നമുക്ക് കഴിച്ചാലേ 1 ഗ്രാമിൻ്റെ എഫക്റ്റ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഡബിൾ, ട്രിപ്പിൾ, ക്വാഡ്രിപ്പിൾ ഡോസ് എടുക്കും. മനസ്സിലായല്ലേ? പക്ഷേ ഇതിനകത്തൊരു ദോഷമുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ബ്രേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ കൊടുക്കത്തില്ലേ? ബ്രേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ IV ആയിട്ട് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആദ്യം ടാർഗറ്റ് ഏരിയാസിൽ പോയതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും ലിവറിലേക്ക് എത്തുന്നത് അല്ലേ? ആദ്യം ലിവറിലേക്കാണോ പോകുന്നത്? അല്ല. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ലിവറിലേക്ക് എത്തുന്നത്. പക്ഷേ ഓറലി എടുക്കുന്ന മരുന്നുകൾ എന്താ? ആദ്യം തന്നെ ലിവറിലേക്ക് എത്തുകയും ലിവറിൻ്റെ വർക്ക് ലോഡ് കൂട്ടുകയും ചെയ്യും. ലിവർ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കെമിക്കൽ മൊത്തം ശിരസാ വഹിക്കുകയാണ്. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? അപ്പോൾ ലിവറിന് ദോഷം ചെയ്യും. നമ്മൾ ആ ഒരു ഗ്രാം അല്ലെങ്കിൽ ആ ഒരു തെറാപ്യൂട്ടിക് റേഞ്ച് ഓറലി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ലിവറിന് ടോക്സിസിറ്റി കൂടും. അപ്പോൾ അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഇതിനകത്ത് വേണ്ട. ക്ലിയർ ആണല്ലോ? അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്കായാലും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റാമോൾ. എത്ര വെച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം? വെയിറ്റ് ഒക്കെ നോക്കിയാണോ കൊടുക്കുന്നത്? കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? 2 പേര് അല്ലേ? 3 പേര്. ഓക്കെ, 3 പേര്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കുട്ടികളെ ഡീൽ ചെയ്യുന്നവരാണ് അല്ലേ? അപ്പം നിങ്ങളൊക്കെ പാരസെറ്റാമോൾ എത്ര കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ ഇവർക്കൂടെ പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ എഴുതാം. എന്താണ്? ഓക്കെ ഓക്കെ. കല്യാണം കഴിക്കാത്തവർ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കല്യാണം കഴിക്കാത്തവരോട് പറഞ്ഞു കൊടുക്കാറില്ല. അവർ പേടിക്കും. അതുകൊണ്ടാണ് ആദ്യമേ ആ ഒരു അറിവ്, പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പണ്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഈ സൈക്കാട്രിക്കകത്ത് കുറച്ച് സെക്ഷുവൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പഠിപ്പിച്ച് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കുറേ കാലം കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആണ് ജീവിതം എന്നാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ. 10,000-ലോ അല്ലെങ്കിൽ 1,00,000-ലോ ഒരു കണ്ടീഷനാണ് ഇതൊക്കെ വരുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം പാരസെറ്റാമോൾ. അതിൻ്റെ ഡോസ് എങ്ങനെയാണ്? ഡോക്ടർ നമുക്ക് പിന്നെ പണ്ട് ഇങ്ങനെയുള്ള ഒരു ഈ ഓപ്ഷൻ ചോദിക്കുന്നതിന് മുമ്പ് ആൾക്കാരെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതത്തില്ലേ? അപ്പോൾ ഈ ഫില്ലപ്പ് ചോദിക്കുമ്പോഴും ഇത് തന്നെ എഴുതി വെക്കുക, ആസ് പെർ പ്രിസ്ക്രിപ്ഷൻ. മനസ്സിലായി? തീർന്നില്ലേ? പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൊടുക്കുക എന്നുള്ളത്. ഇതിനകത്ത് ആൾക്കാർ ഏജ് അനുസരിച്ച് ഈ പറഞ്ഞ ഇവരോട് ചോദിക്കുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് ആൻസർ പറയുമെന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം 4 വയസ്സുള്ള കുട്ടിക്ക് 4 ml, 3 വയസ്സുള്ള കുട്ടിക്ക് 3 ml എന്നുള്ള രീതിയിൽ ആൾക്കാർ കൊടുക്കാറുണ്ട്. മനസ്സിലായല്ലേ? അങ്ങനെ കൊടുത്ത് കാണാറുണ്ടോ? അങ്ങനെ ഒരു ധാരണയുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, 4 വയസ്സുള്ള കുട്ടിക്ക് 4 ml അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിക്ക് 5 ml. ഏതാ? 250 mg 5 ml വരുന്ന ഒരു പാരസെറ്റാമോൾ അങ്ങനെ കൊടുക്കാറുണ്ട് സാധാരണ ആൾക്കാർ. പിന്നെ ഇങ്ങനെ ഡോക്ടർ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു ഡ്രഗും അങ്ങനെയല്ല, ഏജ് വെച്ചല്ല കൊടുക്കുന്നത്. പിന്നെന്താ? വെയിറ്റ് വെച്ചാണ് കൊടുക്കുന്നത്. 20 milligram പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്നുള്ള രീതിയിലാണ് പാരസെറ്റാമോൾ കൊടുക്കേണ്ടത്. സപ്പോസ് അവിടെ ഒരു സിസ്റ്റർ ഉണ്ട്,
അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ട ഡോസ് അറിയാമെന്ന് പറഞ്ഞ് പലരും വിളിച്ചാൽ പെട്ടു. ക്ലാസ്സിന് പോകണമായിരുന്നു, ഞാൻ വൈകിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതിയോ? അവിടെ പനിച്ച് ഉറച്ച് നിൽക്കുകയാണ്. അപ്പോൾ 20 mg/kg ബോഡി വെയിറ്റ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, 10 വയസ്സ്, 10 കിലോ, കുട്ടിക്ക് 10 കിലോ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ എത്ര വരെ പോകാം? 200 mg അല്ലേ? അപ്പോൾ 200 mg വരെയാണ് മാക്സിമം പോകാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എത്ര നമുക്ക് കൊടുക്കാം? നമ്മുടെ 5 ml വെച്ച് വരുമ്പോൾ എത്ര വരെ കൊടുക്കാം? 5 ml നമുക്കിനി കാൽക്കുലേഷൻ വരുന്നുണ്ട്, അവിടെ പറയാം ബാക്കി. 5 ml എന്ന് പറയുന്നത് 250 mg ആണ്. അപ്പോൾ എത്ര കൊടുക്കാം? 200 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. 4 ml അല്ലേ? ആണോ? അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കണം, ഈ സംഭവം മാക്സിമം ഡോസാണ്. അപ്പം നമ്മൾ കൊടുക്കാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 3 ml 3.5 ml പറയാവൂ. നിങ്ങൾ 4 ml പറഞ്ഞാൽ അവർ 5 ml കൊടുക്കും. അതൊരു സൈക്കോളജി, എടുക്കുന്നതിനകത്ത് കുറച്ച് ലോസ് വരുമല്ലോ. അതുകൊണ്ട് നമ്മളൊരു 3 ml 3.5 ml പറയാവൂ. ഡോക്ടേഴ്സും അങ്ങനെ പറയാറുള്ളൂ. ഇതാണ് മാക്സിമം ഡോസ് എന്നുള്ള രീതി വെച്ച് അതിൻ്റെ താഴെ ഒരു അളവ് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ധാരണയായി. ഇനി അടുത്തത് ബയോ അവൈലബിലിറ്റി. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇതാണ്. ഇപ്പോൾ ബയോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് രണ്ടും കൂടെ തിരിയും. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ലിവോഡോപ്പ ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ. അവൈലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലഭ്യമാകുക. നമ്മൾ കഴിക്കുന്ന പാരസെറ്റാമോളിൻ്റെ എത്ര ഫ്രാക്ഷനാണ് രക്തത്തിൽ അവൈലബിൾ ആവുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? താഴെ പറയുന്ന ഏത് റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ്റെ കേസിലാണ് 100% ബയോ അവൈലബിലിറ്റി ഉള്ളത്? ഓറൽ, IV, സബ്ക്യൂ എന്നൊക്കെയാണ് ഓപ്ഷൻസ്. IV അല്ലേ? ഡയറക്റ്റ് വെയിനിലേക്ക് കൊടുക്കുമല്ലേ? രക്തത്തിലെത്തുന്നതിൻ്റെ സമയവും അല്ലെങ്കിൽ രക്തത്തിലെത്തുന്ന അളവാണല്ലോ നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതാണ് താഴെ ഒരു IV കൊടുത്തേക്കുന്നത്. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ വീണ? ഇനി അടുത്തത് ഫാർമക്കോ വിജിലൻസ്. എന്താണ് ഫാർമക്കോ വിജിലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? വിജിലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിജിലൻസ് വാരാഘോഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അറിയാമല്ലോ. ഇപ്പം ഈ ഒക്ടോബർ 25 തൊട്ട് നവംബർ പകുതി വരെ ഉള്ളത് അവരുടെ ഒരു പ്രോസസ്സാണ് വിജിലൻസ്. ഫാർമക്കോ വിജിലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു മരുന്നിനെ പറ്റി അറിയുക, അതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷനെ പറ്റി അറിയുക. അപ്പോൾ ആ അഡ്വേഴ്സ് റിയാക്ഷൻ കുലുക്കമുണ്ട് അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? അഡ്വേഴ്സ് റിയാക്ഷനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ലിവർ ടോക്സിക് ആണ് പാരസെറ്റാമോൾ. അപ്പോൾ ലിവർ എൻസൈംസ് കൂടി നിൽക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഹൈ ഗ്രേഡ് ഫീവർ, നമുക്കെടുത്ത് പാരസെറ്റാമോൾ കൊടുക്കാൻ പറ്റുമോ? അതാണ് വിജിലൻസ്. ആ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിജിലൻസ് വർക്കൗട്ട് ചെയ്യണം. ഒരു പേഷ്യൻറ്റിനെ ഡെവലപ്പിംഗ് റീനൽ ഫെയിലുവർ, ക്രിയേറ്റിൻ ലെവൽ 2.5, സ്റ്റോൺ ആണ്, സ്റ്റോൺ, വെരി സിവിയർ പെയിൻ. ഡോക്ടർ എല്ലാ മരുന്നും SOS എഴുതി വെച്ചപ്പോണ്ട്. ഡൈക്ലോ ഉണ്ട്, ട്രമഡോൾ ഉണ്ട്, പാരസെറ്റാമോൾ ഉണ്ട്. പിടിയിട്ടില്ല. പാരസെറ്റാമോളും ട്രമഡോളും കൊടുത്തു. ഇനി എന്താണ്? ഡൈക്ലോയിലേക്ക് പോകണോ? എന്താ പ്രശ്നം ഡൈക്ലോയ്ക്ക്? ഡൈക്ലോ എന്താ? റീനൽ ടോക്സിക്കാ. അതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. പെയിൻ കുറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അയാൾക്ക് ഡെവലപ്പിംഗ് റീനൽ ഫെയിലുവർ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകും. മനസ്സിലായല്ലേ? അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ വീക്ക് ഒപ്പിയോയിഡ് ആണ് ഉപയോഗിച്ചത്. ഏതാ വീക്ക് ഒപ്പിയോയിഡ്? ട്രെമഡോൾ. ട്രെമഡോൾ ഒരു വീക്ക് ഒപ്പിയോയിഡ് ആണ്. നമുക്ക് പഠിക്കാം, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ ഇൻ്റർവ്യൂവിന് പോയ നിഷയ്ക്ക് ഞാൻ വീക്ക് ഒപ്പിയോയിഡ്, സ്ട്രോങ് ഒപ്പിയോയിഡ് എല്ലാം ഞാൻ ഒരു ഫോണിനകത്ത് മെസ്സേജ് ഇട്ട് കൊടുത്തതാ. എന്നിട്ട് ഇപ്പോൾ പാരസെറ്റമോളാണ് വീക്ക് ഒപ്പിയോയിഡ് എന്ന്. അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നേ? അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ പാടില്ല.
അപ്പോൾ അവിടെയാണ് ഒരു വിജിലൻസ് വേണ്ടി വരുന്നത്. അപ്പം മരുന്നുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ നോളജും ആ മരുന്നിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ അത്യാവശ്യമാണ്. അതിനനുസരിച്ച് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഫാർമക്കോ വിജിലൻസ് ആവശ്യമായിട്ട് വരുന്നത് ഡോക്ടറിനല്ല. കാരണം സ്റ്റോണുമായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റ് അവർ ഇൻവെസ്റ്റിഗേഷൻ എഴുതുന്നു, നമ്മൾ ബ്ലഡ് എടുത്ത് വിടുന്നു. കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ SOS മെഡിക്കേഷൻ എഴുതി വാർഡിലേക്ക് വരുന്നു. ഇൻവെസ്റ്റിഗേഷൻ അവിടെ പ്രോസസ്സ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ പെയിനാ. RFT റിപ്പോർട്ട് വന്നിട്ടില്ല. മനസ്സിലായല്ലേ? RFT റിപ്പോർട്ട് വന്നാലും വന്നില്ലെങ്കിലും SOS എഴുതിയ ഓർഡർ നിങ്ങൾക്ക് ക്യാരി ഔട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടോ? എഴുതാം. പക്ഷേ ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന അതിനെ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്തൊക്കെ പറയുന്ന കർമ്മയോഗി മൊമെൻറ്റ്സ് എന്നാണ്. കർമ്മയോഗി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടെ വിളിക്കുന്നു, വിളിച്ചതിന് ശേഷം RFT അന്വേഷിക്കുന്നു, RFT നോർമൽ ആണെങ്കിൽ മാത്രം ഡൈക്ലോ കൊടുക്കുന്നു. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ആരും തൂക്കിക്കൊല്ലില്ല. മനസ്സിലായല്ലേ? നോ പറയുന്നതിനകത്ത് അന്ന് ഏതോ ഒരു സിനിമയുടെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും ഒന്നും പറയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണ് പേഷ്യൻ്റിന് നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി പണ്ട് എഴുതി വെക്കാൻ ഞാൻ പറയുമായിരുന്നു. ഒന്നുമില്ല, വൈകുന്നേരം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റിയാൽ ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തോന്നും. മനസ്സിലായല്ലേ? അങ്ങനെ അത് നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് മാറും. ഒരു ദിവസം 2-3 എണ്ണം ഇങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ട് നോളജ് കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും, പിടിയിട്ടില്ലേ? പല ഗുണങ്ങളാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഴ്സിംഗ് കാറ്റഗറിക്കാണ്. ഇനി അടുത്ത എമൽഷൻ. എന്താണ് എമൽഷൻ എന്ന് പറയുന്നത്? ഇതൊരു മിക്സ്ചറാണ്. 2 അതിലധികമോ ലിക്വിഡുകളുടെ ഒരു മിക്സ്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇമ്മിസിബിൾ എന്നാണ് പറയുന്നത്. ഇമ്മിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും മിക്സായി പോകാത്തതാണ്. മിക്സായി പോകാത്ത. അപ്പോൾ ഇതെന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. വെള്ളവും ഇപ്പോൾ ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്? ഓയിൽ ഒരു ലെയർ പോലെ നിൽക്കും. ഈ നാച്ചുറലായിട്ടുള്ള ഒരു എമൽഷൻ ഏതാണെന്നറിയാമോ? നമ്മുടെ പാലാണ്. പാലിനകത്ത് വെള്ളവും ഉണ്ട്, ഫാറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളത് ചൂടാക്കി കഴിഞ്ഞ് തണുക്കാൻ വെക്കുന്ന സമയത്ത് രണ്ടും രണ്ട് വഴിക്ക് നിൽക്കുന്നത്. നിൽക്കത്തില്ലേ? അല്ലേ? അത് നമ്മൾ അരിക്കുന്ന സമയത്ത് കുറേ പാട വരും, അത് ഫാറ്റാണ്. അത് അതിനോട് മിക്സ് ആവുന്നില്ല. മിക്സ് ആയിരുന്നേ കിട്ടുമായിരുന്നു അത്? ഇല്ല. ഇത്തരത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷനെയാണ് മിക്സ് ആകാത്ത സൊല്യൂഷൻസ് എന്ത് ചെയ്തു? മിക്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു മരുന്നായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എമൽഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയയാണ്, അത് ഹാഫ് ലൈഫാണ്. എന്താണ് ഹാഫ് ലൈഫ്? എന്താണ് ഹാഫ് ലൈഫ്? ഇപ്പം ഇതിനകത്ത് നമ്മൾ കെമിസ്ട്രിക്കകത്ത് പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവണം. നമ്മളൊരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് കഴിച്ചു, 500 തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തിയെന്ന് കരുതുക. അങ്ങനെ കരുതുക. ഇതിൻ്റെ 500 എന്ന് പറയുന്ന അളവ് അതിൻ്റെ ഹാഫ് ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് പറയുന്നത്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? 500 എന്ന് പറയുന്നത് 250 250 125 125 62 62 31 ഇങ്ങനെ തീർന്ന് എപ്പോഴാണ് ഈ മരുന്ന് നമ്മുടെ രക്തത്തിൽ ഇല്ലാതാവുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിടിയില്ലയോ? കാര്യം മനസ്സിലായോ? കാരണം ഇത് അതിൻ്റെ ഒരു മൈന്യൂട്ട് ഫോം ആയാലും രക്തത്തിൽ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ പറഞ്ഞ ഡ്രഗിൻ്റെ ഡോസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗമായിട്ടാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെക്കുന്നത്. നമ്മൾ 500 മില്ലിഗ്രാം നമ്മുടെ രക്തത്തിൽ എത്തിച്ചു. അതിൻ്റെ അളവ് 250 മില്ലിഗ്രാം ആവാൻ വേണ്ടി എടുക്കുന്ന സമയം സപ്പോസ് 6 മണിക്കൂറാണെന്ന് കരുതുക. 6 മണിക്കൂറാണെങ്കിൽ അടുത്ത ഡോസ് ആ 6ാമത്തെ മണിക്കൂറിൽ കൊടുക്കണം. പിടിയോ? വീണ്ടും അത് ഉയർന്നെവിടെത്തും? 500-ലെത്തും. ക്ലിയർ ആണോ? അപ്പോൾ വീണ്ടും ഇത് മെറ്റബോളിസം നടന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിക്കൂർ എത്തുമ്പോഴത്തേക്ക് എന്തായിത്തീരും? ഹാഫിലേക്ക് വരും. അപ്പോൾ അടുത്ത ഡോസ് എന്ത് ചെയ്യും? ഈ രീതിയിലാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. എന്തിന് കണ്ടുപിടിക്കണം? ഡോസേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഹാഫ് ലൈഫ് ഓരോ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഒരു പാരസെറ്റാമോൾ നിങ്ങൾ കഴിച്ചു, പിന്നെ കഴിക്കുന്നേയില്ല. ഏകദേശം 6 ഹാഫ് ലൈഫ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അളവ് 1-ൽ താഴെയാവും.
നെഗ്ലിജിബിൾ റേഞ്ചിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ 500 250 250 125 125 62 62 31 31 16 ദെൻ എന്തായി 8. ഈ ഒരു ലെവലായി കഴിഞ്ഞാൽ പിന്നെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. എല്ലാ ഡ്രഗിൻ്റെയും 6 ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് നെഗ്ലിജിബിൾ ലെവലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹാഫ് ലൈഫ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്, ഡോസ് ഫിക്സ് ചെയ്യുന്നത്. പിടിയില്ലല്ലോ, ക്ലിയർ ആണല്ലോ, ശരി. അടുത്താണ് ഓർഫൻ ഡ്രഗ്. ആർക്കെങ്കിലും ഓർഫൻ ഡ്രഗിനെ പറ്റി അറിയാമോ? ഓർഫൻ ഡ്രഗ് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഡ്രഗാണ് ഓർഫൻ ഡ്രഗ്. പക്ഷേ ഇതാണ് ചർച്ച ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ ന്യൂസിനെർസൻ എന്ന് പറയുന്ന മരുന്നിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പോട്ടെ. SMD എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? പുറത്തല്ല, അപ്പുറത്ത് പിള്ളേരുണ്ട്, വിളിക്കണോ? ആ എന്ത് മസ്കുലാർ ഡിസ്ട്രോഫി? സ്പൈനൽ മസ്കുലാർ ഡിസ്ട്രോഫി. നമ്മൾ പൈസ പിരിക്കുന്നതൊക്കെ കേട്ടില്ലായിരുന്നോ? കേട്ടായിരുന്നോ? അതാണ് SMD. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗാണ് എന്ത്? ന്യൂസിനെർസൻ. പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല, അറിയുക എന്നുള്ളതേ ഉള്ളൂ. ഈ SMDയെ പറ്റി പുറത്ത് വലിയ ചർച്ച ചെയ്യുമ്പോൾ ഇതാ വരുന്ന ഒരു സിസ്റ്റർ, ഒന്ന് ചോദിച്ചു കളയാം. നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടേ? എന്താ SMD എന്ന്? എന്താണ് SMD യഥാർത്ഥത്തിൽ? നമുക്കറിയാം, സ്പൈനൽ കോഡിൽ നിന്ന് കുറച്ച് നെർവുകൾ പോകുന്നുണ്ട്. ഈ നെർവുകൾ ശരീരത്തിൻ്റെ പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്, മസിലുകളിലേക്ക് പോയി കയറുവാണ്. അവിടെ ഈ നെർവുകൾ മസിലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ മസിലിന് നെർവിനെ തിരിച്ചറിയണമെങ്കിൽ ഒരു പ്രോട്ടീൻ വേണം, ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീൻ നമ്മുടെ ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ സെല്ലുകളിലെയും ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ ഇല്ല. അപ്പോൾ പ്രോട്ടീൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രോട്ടീൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നെർവിനെ മസിൽ തിരിച്ചറിയുന്നില്ല. നെർവ് പറയുന്ന കൂട്ട് മസിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അനങ്ങാൻ പറ്റുമോ? മൂവ്മെന്റ് നടക്കുമോ? നടക്കത്തില്ല. കാര്യം മനസ്സിലായോ? ഇതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇനി ആരാണ് ന്യൂസിനെർസൻ? അത് ജീന. ആരാണ്? ജീൻ തെറാപ്പിയാണ്. ഈ ജീനാണ് നമ്മൾ കൊടുക്കുന്നത്. ജീൻ കൊടുക്കുക എന്ന് വെച്ചാൽ ജീനിന് ഒരു ആയുസുണ്ട്. ജീൻ എന്ത് ചെയ്യും? കുറച്ചു കാലം ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോട്ടീൻ വരും. ആ പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ മസിലിനെ, നെർവിനെ തിരിച്ചറിയാം, മൂവ്മെന്റ്സ് നടക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതിന് എത്ര വില? ജീനാണ്, സാധാ മരുന്നല്ല. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, ബട്ട് പബ്ലിക് കൺസേൺ ആണ്. പബ്ലിക്കിന് ഇതൊക്കെ കേൾക്കാനും അറിയാനും ഒക്കെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ചോദിച്ചപ്പോൾ ഇതുവരെ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. എന്താ സംഭവം? ഇതിന് വില എത്രയാണ്? ജീൻ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പറ, ഏകദേശം ഒരു ധാരണ പറ. 1 ലക്ഷം? ആയി കൂടുതലാ? പെട്ടെന്ന് പറ, സമയം പോന്നു. ഏ ക്ലൂ തരാം. 50 ലക്ഷം? അതിന് മുകളിലാണോ താഴെയാണോ? അതിന് മുകളിലാണ്. ഇതിന്റെ കറക്റ്റ് വില എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് 87 ലക്ഷം രൂപയാണ് ഒരു ഡോസ്. 87 ലക്ഷം മേടിച്ച്, അതല്ലേ ഇതിനു വേണ്ടി വലിയ കളക്ഷൻ വേണം, 3.5 കോടി രൂപ വേണം, 4.5 കോടി രൂപ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാ. മനസ്സിലായല്ലേ? ആദ്യത്തെ 0 ഡോസ് അതെടുക്കുന്ന പീരീഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ മരുന്നിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. 87 ലക്ഷം അമേരിക്കയിലാ പ്രൊഡക്ഷൻ. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോസ് കൊണ്ട് കാര്യം നടക്കുമോ?
മിനിമം 4 ഡോസ്. 14 ദിവസം കഴിയുമ്പോൾ അടുത്ത ഡോസ് എടുക്കണം. നമ്മൾ ഈ പേവിഷബാധയ്ക്ക് മരുന്നെടുക്കുന്ന കൂട്ടാ. ആ സെക്കൻഡ് ഡോസ് എന്ന് പറയുമ്പോൾ വീണ്ടും 90 ലക്ഷം രൂപ കൂട്ടിക്കൊള്ളുക. 90 ലക്ഷം രൂപ. അടുത്ത 28 ദിവസം കഴിയുമ്പോൾ അടുത്ത ഡോസ് എടുക്കണം. അതാവുമ്പോൾ മൂന്നാമത്തെ കഴിഞ്ഞു. വീണ്ടും 1 മാസം കഴിയുമ്പോൾ 63-ാമത്തെ ദിവസം അടുത്ത ഡോസ് എടുക്കണം. 4 ഡോസ്. 9 4 36. 3.5 കോടി രൂപ. തീർന്നോ? എവരി 4 മന്ത് അപ് ടു ലൈഫ് ടൈമില് എല്ലാ 4 മാസവും ഈ മരുന്ന് എടുത്തുകൊണ്ടിരിക്കണം. പ്രതീക്ഷ പോയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഈ മരുന്ന് കൊണ്ട് പ്രയോജനമുണ്ട്, പക്ഷെ ഇത് താങ്ങാൻ പറ്റില്ല. പിടികിട്ടിയ കാര്യം മനസ്സിലായോ? ഇതാണ് ഓർഫൻ ഡ്രഗ്. എന്താ ഓർഫൻ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്കോ സർക്കാരിനോ ഒരു ലാഭവും ഇല്ല. ഇത് ആരും പൈസ കൊടുത്ത് മേടിക്കത്തില്ല. ഇത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ ഇത്തരത്തിൽ എഫക്റ്റിന് വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഫൻ ഡ്രഗ്. ക്ലിയർ ആയോ? കാര്യം മനസ്സിലായോ? അപ്പം ഇവൻ ഒറ്റയാനാണ്. ഒറ്റയാൻ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സൈനർജിസം. എന്താണ് ഈ സൈനർജിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈനർജിസം ഒരു മരുന്നിന്റെ ആക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സൈനർജിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ ഈ പനിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പാരസെറ്റാമോൾ കൊടുക്കത്തില്ലേ? പാരസെറ്റാമോൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പാരസെറ്റാമോളിന്റെ ആക്ഷൻ കൂടുതൽ ഫേവർ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയാമോ? ഒരു കോഫി. പാരസെറ്റാമോളും കോഫിയും കൂടെ ചേർന്നാൽ പാരസെറ്റാമോളിന്റെ ആക്ഷൻ ഫാസ്റ്റ് ആവും, വളരെ ഫാസ്റ്റ് ആവും. അപ്പോൾ ഒരു കോഫിയും ഒരു പാരസെറ്റാമോളും കൂടെ കൊടുത്തു നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗുണം, എഫക്റ്റീവ്നെസ് ഉണ്ടാവും. അവിടെ കോഫി എന്താ ചെയ്യുന്നത്? ആക്ഷൻ കൂട്ടുന്നു. അതാണ് സൈനർജിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തത് ഇഡിസിൻക്രേസി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇഡിയോ എന്നുള്ള സംഭവത്തിൽ നിന്നാണ് ഇത് വരുന്നത്. എന്താണ്? നമുക്കറിയാം പാരസെറ്റാമോൾ കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വരുത്തില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. പക്ഷെ ഒരാൾക്ക് പാരസെറ്റാമോൾ അങ്ങോട്ട് കൊടുത്തു, ശരീരം മൊത്തം റാഷായി, ചൊറിച്ചിലായി, ഡിസ്നിയായി, ചുമയായി, പ്രശ്നങ്ങളായി. അബ്നോർമൽ റിയാക്ഷൻ ഈ പാരസെറ്റാമോളിനോട് പ്രെഡിക്റ്റഡ് അല്ലാത്ത ഒരു റിയാക്ഷൻ ഒരു വ്യക്തി കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇഡിസിൻക്രേസി. സിൻക്രേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തം എന്നുള്ളതാണ്. ആ മരുന്നിൻ്റെ ഒരു ഭ്രാന്തൻ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എല്ലാം പിടികിട്ടുന്നുണ്ടോ? സൈനർജിസം എന്താണ്, ഇതെന്താണ്? ഒരുപാട് ടൈമുകളായി, അല്ലേ? പറയണോ ഒന്നുകൂടെ? ലാസ്റ്റ് നോക്കിയാൽ മതിയല്ലോ. അടുത്തതായിട്ട് പറയാനുള്ളത് ലോഡിക് ഡോസ് ആണ്. എന്താണ് ലോഡിക് ഡോസ്?